നമസ്കാരം. ഭാരതത്തെ തെക്കൻ ഭാരതമെന്നും വടക്കൻ ഭാരതമെന്നും രണ്ടായി വിഭജിക്കാനുള്ള ചില ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിന് കൃത്യമായ മറുപടി തന്നെ ദേശീയവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന പേരിൽ ഒരു കൂട്ടായ്മ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ ബ്രിഡ്ജിംഗ് സൗത്ത് കോൺക്ലേവ് തിരുവനന്തപുരത്തും നടക്കാൻ പോകുന്നു എന്ന വിവരമാണ് വരുന്നത്. സനോജി, ഇങ്ങനെ ഒരു കോൺക്ലേവ് നമ്മുടെ തലസ്ഥാനത്തേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ നേട്ടങ്ങൾ, എന്തൊക്കെ ബൗദ്ധിക കൈമാറ്റങ്ങളായിരിക്കും ഈ ഒരു കോൺക്ലേവ് കൊണ്ട് നടക്കാൻ പോവുക? കുമാർ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഭാരതത്തെ, നമ്മുടെ രാഷ്ട്രമായ ഭാരതത്തെ രണ്ടായി വിഭജിക്കുക എന്നുള്ള അർത്ഥത്തിൽ വലിയ ഒരു ക്യാമ്പയിനാണ് കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ നടക്കുന്നത്. ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തുടങ്ങിയ ഒരു ക്യാമ്പയിനാണ്. ഭാരതത്തെ എങ്ങനെയൊക്കെ വിഭജിക്കാം എന്നുള്ള റിസർച്ചുകൾ ഒരുപാട് രീതിയിൽ നടന്നിട്ടുണ്ട് നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ. എന്നാൽ സ്വതന്ത്ര ഭാരതത്തിൽ ഇവിടെയുള്ള നമ്മുടെ പ്രത്യേകിച്ചും മലയാള മാധ്യമങ്ങൾ അടക്കമുള്ള ഒരു കൂട്ടം ആൾക്കാർ, അവരാണ് ഇന്നിപ്പോൾ ഇതിനൊരു കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നത്. ദക്ഷിണ ഭാരതത്തെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്തുക, വടക്കൻ ഭാരതമെന്നും തെക്കൻ ഭാരതമെന്നും രണ്ടാക്കി മാറ്റുക, ഭാരതത്തെ നെടുകെ പിളർന്നുകൊണ്ട് രണ്ട് രീതിയിലേക്ക് മാറ്റുക. നമ്മൾ പറയുന്നത് തന്നെ ആസേതു ഹിമാചലം എന്നാണ് ഭാരതത്തെ ഒറ്റവാക്കിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു വിഭജനം നടന്നു കഴിഞ്ഞാൽ ഭാരതം എന്താകുമെന്ന് ഈ പറയുന്നവർ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു മറുപടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് ഒരു കൂട്ടം ദേശീയവാദികൾ ഇതിനെതിരെ വലിയ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത്. ബ്രിഡ്ജിംഗ് സൗത്ത് എന്നുള്ള പേരിലുള്ള ക്യാമ്പയിൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രാജ്യതലസ്ഥാനത്ത് ദില്ലിയിൽ ഇത് വലിയ ആവേശത്തോടെയാണ് ദേശസ്നേഹികൾ ഇതിനെ ഏറ്റെടുത്തത്. അതിൻ്റെ തുടർച്ചയായി അടുത്ത് ഈ പരിപാടി നടക്കുന്നത് തിരുവനന്തപുരം, തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്താണ്. ഈ വരുന്ന ഓഗസ്റ്റ് 29 തിരുവനന്തപുരം അപ്പോളോ ഡിമോറോ ഹോട്ടലിലാണ് ഇതിൻ്റെ ചടങ്ങ് നടക്കുന്നത്. ഒരു ദിവസം നീണ്ട വലിയ പരിപാടി, ബൃഹത്തായ പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ദേശീയവാദികളായ ഒരുപാട് പേർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും തന്നെ അവരുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്ന സെമിനാറുകളും മറ്റ് ബോധവൽക്കരണ പരിപാടികളുമൊക്കെ ഇതോടനുബന്ധിച്ച് ഉണ്ട്. വലിയൊരു ക്യാമ്പയിൻ തന്നെയാണ് ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഈ വിഷയമാണ് ഏറ്റവും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ പറഞ്ഞതുപോലെ കാലങ്ങളായി ഇവിടെ പല രീതിയിലുള്ള റിസർച്ച് നടക്കുന്നുണ്ട്. നമുക്കറിയാം JNUവിലൊക്കെ നടന്ന പ്രവർത്തനങ്ങൾ ഏത് രീതിയിലുള്ളതാണെന്ന്. JNU ഇന്ന് ഒരുപാട് മാറി എന്ന് പറയുന്നു. പക്ഷേ JNUവിൽ തുടങ്ങിയ കാര്യങ്ങൾ, പക്ഷേ അതിൻ്റെ സ്പാർക്ക് അവിടെ ആയിരുന്നെങ്കിൽ അത് പ്രവർത്തിച്ചു തുടങ്ങിയത് ഇങ്ങ് തെക്കേ അറ്റത്തായിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ആവശ്യകത എന്തെന്ന് പോലും അറിയാതെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാണ് നടന്നത്. ഈ കട്ടിംഗ് സൗത്ത് അല്ലേ, അതെ, അങ്ങനെയാണ് പറയുന്നത് അവർ. ആ രീതിയിലുള്ള പ്രവർത്തനം. പക്ഷേ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇവിടെ ആരും ആദ്യം മുന്നിട്ടിറങ്ങിയില്ല എന്നിരിക്കെയാണ് ചില വലതുപക്ഷ മാധ്യമങ്ങൾ, ദേശീയ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങൾ അതിന് തയ്യാറായി എന്നുള്ളത്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള കേസരി വാരിക അവരുടെ 75ാം വാർഷികത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു വേളയിൽ തന്നെയാണ് ഈ ബ്രിഡ്ജിംഗ് സൗത്ത് എന്നുള്ള ബൃഹത്തായ ഒരു ക്യാമ്പയിൻ കേസരി ഏറ്റെടുത്ത് നടത്തുന്നത്. അത് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ ഒരു പ്രവർത്തനത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോയതിന്. ഇതിന് വലിയ സ്വീകാര്യതയാണ്. ഇതിൻ്റെ സ്വാഗത കമ്മിറ്റി രൂപീകരണമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നത്. അതിൻ്റെ വേളയിൽ കേസരിയുടെ മുഖ്യ പത്രാധിപർ ഡോക്ടർ മധു മീനച്ചൽ എന്താണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ആവശ്യകത എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. നമുക്ക് എന്തായാലും അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടതിന് ശേഷം ഈ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. അതെ, ബ്രിഡ്ജിംഗ് സൗത്ത്, ചിലര് ഈ ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന പേര് കേട്ടപ്പോൾ അതൊരു നെഗറ്റീവ് മീനിങ് അതിനകത്തില്ലേ എന്നൊക്കെ പറഞ്ഞു. കാരണം ഭാരതം അഖണ്ഡമാണ്. ആര് പറഞ്ഞാലും കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞാലൊന്നും നടക്കൂല. പക്ഷെ ആശയം കൊണ്ട് നേരിടുമ്പോൾ ശക്തമായ ചില വാക്കുകൾ നമുക്ക് പ്രയോഗിച്ചേ മതിയാവും. അതുകൊണ്ട് ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന പേരിടുമ്പോൾ തന്നെ ചർച്ച ആരംഭിച്ചു. നമ്മൾ ഡൽഹിയിൽ കഴിഞ്ഞ വർഷം അവസാനം ഡിസംബറിൽ നടത്തിയ കോൺക്ലേവ് അശോക ഹോട്ടലിലായിരുന്നു. ജനപങ്കാളിത്തം കൊണ്ടും അവിടെ നടന്ന സംവാദം കൊണ്ടും ഒക്കെ നിരവധി ബുദ്ധിജീവികളുടെയും കേന്ദ്രമന്ത്രിമാരുടെയും എല്ലാം പങ്കാളിത്തം കൊണ്ട് മാധ്യമ ശ്രദ്ധ മാത്രമല്ല പൊതുശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റിയ ആ ബ്രിഡ്ജിംഗ് സൗത്തിന്റെ സെക്കൻഡ് എഡിഷൻ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. കേസരിയുടെ 75ാം വർഷത്തോടനുബന്ധിച്ച് ഈ ആശയ സംവാദം രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിലെല്ലാം നടത്തും. ദില്ലിയിൽ നടത്തിയാൽ പിന്നെ പത്മനാഭന്റെ മണ്ണിലാണല്ലോ അടുത്ത് നടത്തേണ്ടത്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് നമ്മളത് നിശ്ചയിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് ദില്ലിയിലെ നമ്മളൊരു 4-5 മാസത്തെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇനി അതിന്റെ ആവശ്യമില്ല. കാരണം ആ പരിപാടി നടത്തി നമുക്ക് അതിന്റെ എക്സ്പീരിയൻസും ഉണ്ട്. ഒരു 2 മാസം മുന്നേയുള്ള ആലോചനയാണ്.
ആഗസ്റ്റ് മാസം 29-ാം തീയതി ഇതേ ഹോട്ടലിൽ വെച്ച് കുറച്ചുകൂടെ വിശാലമായ സൗകര്യമുള്ള ഹാളിലായിരിക്കും നമ്മുടെ ആ കോൺക്ലേവ് നടക്കാൻ പോകുന്നത്. അപ്പൊ കുമാറെ, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാകുന്ന ശക്തികൾക്കെതിരെ ശക്തമായ സ്വരത്തിൽ തന്നെ മറുപടി നൽകുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി നമ്മൾ രാജ്യത്തിനകത്ത് തന്നെ ഒരുപാട് കാര്യം, മറ്റ് ശക്തികൾ നമുക്കറിയാം, രാജ്യത്തെ പുറത്തു നിന്ന് ആക്രമിക്കുന്ന ശക്തികളെ കുറിച്ച്. എന്നാൽ ഇതിൻ്റെ അകത്ത് തന്നെ രാജ്യത്തിൻ്റെ അഖണ്ഡത തകർക്കുന്ന രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ കേരളവും വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങളാകട്ടെ, ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ സംഘടനകളാകട്ടെ, ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ കോൺക്ലേവിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം, പ്രത്യേകിച്ചും അടൽ ബിഹാരി വാജ്പേയിയുടെ ആ സമയത്തും അതിനുശേഷം നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഒക്കെയാണ് ഇത് വലിയ രീതിയിൽ ശക്തിപ്പെടുന്നത്. ഇതിലേക്ക് ഇതെന്തെന്നറിയാതെ ഈ രാഷ്ട്രീയമായ പല കാരണങ്ങളാൽ വന്നുപെടുന്നവരുണ്ട് ഈ വിഘടനവാദത്തിലേക്ക്. അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പിൻബലത്തിൽ BJP ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയ ആ സമയത്ത് തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു എന്താണ് കിങ്ഡം ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സങ്കല്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിലർ ഇൻജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിൻ്റെ പിന്നാലെ രാഷ്ട്രീയ കാരണങ്ങളാൽ രാഷ്ട്രീയമായി ചില വ്യത്യസ്ത, അതായത് BJP വിരുദ്ധ രാഷ്ട്രീയ ചേരിയിലുള്ള കുറേ ആളുകൾ നിരാശ ബാധിച്ച് ഇതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. ഇതൊരു ഇതായിട്ടെടുത്ത്, അല്ലെങ്കിൽ ഇതൊരു ലഹരി പോലെ എടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ ഐക്യം, രാഷ്ട്രീയം ഏതായാലും രാജ്യത്തിൻ്റെ ഐക്യം പ്രധാനമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഭാരതത്തിലെ ഭൂരിഭാഗം ആളുകളും. അത് ഏത് സംസ്ഥാനത്തുള്ള ആളുകളായിക്കോട്ടെ, ഏത് മേഖലയിലുള്ള ആളുകളായിക്കോട്ടെ, ഏത് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലുള്ള ആളുകളായിക്കോട്ടെ, വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സാമൂഹിക ചുറ്റുപാടുകളോ ഒന്നും അതിന് ബാധകമല്ല. എല്ലാവരും രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്. ഈ ഭൂരിഭാഗം ജനങ്ങളും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്തിനേറെ പറയുന്നു, കശ്മീരിനുമായി ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ കശ്മീർ വടക്കുള്ള ഒരു സംസ്ഥാനമാണെങ്കിൽ കൂടി മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും ആളുകൾ കശ്മീരിന് വേണ്ടി ഒരുമിച്ച് നിന്നത് നമ്മൾ കണ്ടു. 2019 കശ്മീരിനുള്ള പ്രത്യേക അവകാശം എടുത്തു കളയുമ്പോഴെല്ലാം ഈ രാജ്യം ഒറ്റക്കെട്ടായി നിന്നു. ഇതിൽ വിരളി പൂണ്ടുന്ന, അല്ലെങ്കിൽ ഇതിൽ ചില പ്രശ്നങ്ങൾ കാണുന്ന ആളുകൾ, രാജ്യവിരുദ്ധരായ ആളുകൾ, വിദേശ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകൾ, അവരൊക്കെയാണ് ഈ ഒരു വിഘടനവാദത്തിന് പിന്നിൽ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വിഘടിപ്പിച്ച് മാറ്റാമെന്നവർ ശ്രമിച്ചു. പിന്നീട് കശ്മീരിനെ വിഘടിപ്പിക്കാമെന്ന് ശ്രമിക്കുന്നു. ഇപ്പോൾ ദക്ഷിണേന്ത്യയെ വിഘടിപ്പിക്കാം എന്ന് ശ്രമിക്കുന്നതിന് പിന്നിൽ ഭൂരിഭാഗവും രാഷ്ട്രീയമായ കാരണങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായും കശ്മീരിൽ നടന്ന വിഘടനവാദ പ്രവർത്തനങ്ങളെ നേരിട്ടതുപോലെ അല്ല നമ്മൾ ഇതിനെ നേരിടേണ്ടത്. ഇതൊരു ഭൗതിക അടിത്തറയോടുകൂടി നേരിടേണ്ടതാണ്. എക്സാക്ട്ലി കേസരിവാലികയുടെ ആ ഒരു മൂവ്മെൻറ്റ് തന്നെ ഈ ഒരു ദിശയിലേക്കാണ്, കൃത്യമായ ദിശയിലേക്ക് തന്നെ അവർ നീങ്ങുന്നു എന്നുള്ളതാണ്. ഈ ഡൽഹിയിൽ നടന്ന ആദ്യ എഡിഷനിൽ തന്നെ നമ്മളെല്ലാം വളരെയധികം പ്രതീക്ഷയോടുകൂടി നമ്മളത് കണ്ടു. ഇപ്പോൾ തിരുവനന്തപുരത്ത് വരാൻ പോകുന്നതും അത് നടക്കേണ്ട, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു. പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായ രൂപീകരണത്തിന് നല്ലതാണ് എന്ന് തോന്നുന്നു. വിഘടനവാദത്തിനെതിരെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ ഇവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണ്. ഈ വിഷയത്തിൽ ഒരു ബാഹ്യ ശക്തിയുടെ ഇടപെടലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ശക്തികളാണ് ഇതിനെതിരെ ഇതിന്റെ ബിഹൈൻഡ് ദി കർട്ടൻ നിന്ന് പ്രവർത്തിക്കുന്നതെന്ന് കരുതുന്നു? അത് നമുക്ക് ഈ ഒരു ശക്തി എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബാഹ്യശക്തികളുടെ സ്വാധീനം ഇപ്പോൾ ഒരു പരിധിവരെ കുറവുമാണ്. ഒരുപക്ഷെ ഇത് പ്രബലമാവുകയാണെങ്കിൽ ബാഹ്യശക്തികൾ അതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ക്യാമ്പയിനിങ്ങിന് ഫണ്ടിങ്ങുമായി പോലും ചില ശക്തികൾ വന്നേക്കാം. ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ അത് ഈ ഒരു ഭാരതത്തിൻ്റെ അഖണ്ഡതയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മറ്റു പല തീവ്ര ശക്തികളും ഇതിലേക്ക് വന്നുപെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കർഷക സമരത്തിലേക്കും പഞ്ചാബിലും മറ്റും അവിടെയൊക്കെ നടക്കുന്ന സമരങ്ങൾക്ക് പിന്നിൽ എങ്ങനെയാണോ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഒളിച്ചു കയറിയത്, അതുപോലെ ഉള്ള വിഘടനവാദ ശക്തികൾ ഇവിടേക്ക്, രാജ്യവിരുദ്ധ ശക്തികൾ ഈ വിഘടനവാദികളോടൊപ്പം ചേരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ 29-ാം തീയതി നടക്കുന്ന ഈ ഒരു കോൺക്ലേവ് ഒരുപാട് ആശയ സംവാദങ്ങളുടെ ഒരു വേദിയായി മാറാൻ പോവുകയാണ്.
പ്രധാനമായും ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യത എന്ന് നമ്മൾ കരുതപ്പെടുന്ന എന്തെങ്കിലും വിഷയമുണ്ടോ ഇതിൽ? നമ്മുടെ ഭാഗത്തുനിന്ന്, അതായത് ഒരു ദേശീയ മാധ്യമം അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയിൽ തത്വമയിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന എന്തെങ്കിലും ആശയങ്ങളുണ്ടോ ഇതിൽ? തീർച്ചയായിട്ടും സംവദിക്കപ്പെടേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ. തീർച്ചയായിട്ടും നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ഈ കാര്യത്തിൽ ഉത്കണ്ഠപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ചില മാധ്യമങ്ങളാണ് ഇതിന് ഇറങ്ങിയിരിക്കുന്നത്. അതും കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ. ഒരുപക്ഷെ ആ മാധ്യമങ്ങളെ അല്ലെങ്കിൽ അത്തരം അജണ്ടയുള്ള മാധ്യമങ്ങളെ മുന്നിൽ നിന്ന് എതിർക്കുക എന്ന് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ ദൗത്യം എന്നുള്ളത്. എന്തായാലും സനോജ്, ഈ പറയുന്ന ഒരു ഇവന്റ് അത് തിരുവനന്തപുരത്തേക്ക് വരികയാണ്. കേരളം പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ജിഹാദി ഇക്കോസിസ്റ്റം നിലനിൽക്കുന്ന ഒരിടത്തേക്കാണ് ഇത് വരുന്നത്. കേരളം ഒന്നാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവൻ്റായി മാറും എന്നാണ് തോന്നുന്നത്. എന്താണ് നമുക്ക് ആ ഒരു ആസ്പെക്റ്റിൽ നിന്ന് നമ്മുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും അനന്തപുരി ഹിന്ദു സമ്മേളനം നമുക്ക് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഇവൻ്റാണ്. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഇത് തിരുവനന്തപുരം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാര്യം തിരുവനന്തപുരത്തെ ഒരു കൂട്ടം ഈ പറഞ്ഞ പോലെ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് തിരുവനന്തപുരത്ത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മൊത്തം ഒരു പരിച്ഛേദം ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നമുക്ക് കാണാവുന്നതാണ്. അതിൽ തന്നെ ഈ രാഷ്ട്രസ്നേഹികളായ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒത്തൊരുമിക്കുന്ന ഒരു ഇവൻ്റ് കൂടിയായി മാറും ഇത്. കാര്യം അവരുടെ ആശയങ്ങൾ രാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇവരുടെ എല്ലാം മനസ്സിലുള്ള പ്രഥമ കാര്യം. അപ്പോൾ ആ ആശയങ്ങൾ പങ്കുവയ്ക്കുക. തുടർന്ന് ഇതിൽ വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശവുമായിട്ടാണ് ഈ ഒരു കോൺക്ലേവിനെ പലരും സമീപിക്കുന്നത്. അതും 101 പേരടങ്ങുന്ന സ്വാഗത സംഘമാണ് ഇന്നലെ രൂപീകരിക്കപ്പെട്ടത്. ഇതിൽ തന്നെ സമൂഹത്തിലെ പ്രമുഖന്മാരെല്ലാം അനന്തപുരിയിലുള്ള പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി പേർ ഈ ഒരു സ്വാഗത കമ്മിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ പറഞ്ഞത്, ഇന്നലെ നടന്ന സ്വാഗത കമ്മിറ്റിയുടെ രൂപീകരണത്തിൽ തന്നെ പറഞ്ഞത്, ഇതിലും കൂടുതൽ ആൾക്കാർ ഇതിൽ വരും. അതായത് ഇതിപ്പോൾ ഒരു ഇവന്റ് നടക്കുന്നതിനുള്ള ആൾക്കാർ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഇതിൽ പങ്കെടുക്കാൻ വരുന്നത് ഒട്ടനവധി പേർ മറ്റു ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരെ പ്രതീക്ഷിക്കുന്നു. രാജ്യത്തിന്റെ തന്നെ ഇപ്പോൾ ദില്ലിയിൽ നിന്ന് തന്നെ പലരും ഈ കോൺക്ലേവിലേക്ക് എത്തും എന്നറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഇത് വലിയൊരു മഹാസംഭവം, ചരിത്ര സംഭവമായി മാറാനുള്ള ഒരു ഒരുക്കത്തിലാണ് കുമാർ. എന്തായാലും ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ്. തീർച്ചയായിട്ടും അത് ഈ 2024 തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് അവർ നിരാശരാണോ? കാരണം BJP മറ്റു സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഇവിടെയും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അതാണ് ഈ കൂട്ടർക്ക് ഒന്ന് കണക്ക് പിഴച്ചതെന്ന് പറയാം. കാര്യം ഇത്തരം ക്യാമ്പയിനുകൾ, പല ക്യാമ്പയിനുകളും അവർ മനസ്സിൽ കണ്ടതും ഇനി ചെയ്യാനായി കരുതി വച്ചിരുന്നതുമൊക്കെ BJPക്ക് ഒരിക്കലും ഇവിടെ ഒരു അസ്തിത്വം ഉണ്ടാവും അല്ലെങ്കിൽ വേരോട്ടം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ്. പക്ഷേ അതിനെയൊക്കെ അവരുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഈ കുറി BJP ഒരു മിന്നുന്ന വിജയം കേരളത്തിൽ കാഴ്ചവെച്ചത്. ഇത് ഈ പറഞ്ഞ ശക്തികളെയൊക്കെ ഒന്ന് തളർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. പിന്നെ ഒന്നാലോചിക്കണം, ഈ കേരളത്തിൽ നിന്നാണ് ആദിശങ്കരൻ ഈ രാജ്യം മൊത്തം നടന്ന് ഈ രാജ്യത്തെ ഒരുമിപ്പിച്ചത്, അല്ലേ? ഈ സൗത്ത് വെസ്റ്റ് നോർത്ത് എല്ലാം ഒരുമിപ്പിച്ച് നിർത്തിയത് ശങ്കരാചാര്യരാണ്. അതേ ശങ്കരാചാര്യരുടെ മണ്ണിലാണ് ഇതിനു വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ആ രീതിയിൽ തന്നെ നോക്കിക്കാണണം. അതുകൊണ്ട് എത്ര ശക്തികൾ വന്നാലും, അത് വൈദേശിക ശക്തികളാണെങ്കിലും ശത്രുക്കളാണെങ്കിലും അകത്തുള്ള ശത്രുക്കളാണെങ്കിലും ഭാരത മണ്ണ് ഭാരതത്തിൻ്റെ തന്നെയാണ്. അത് ഈ പറഞ്ഞതുപോലെ ആസേതു ഹിമാചലം, ഒരൊറ്റ മനസ്സാണ്, ഒരൊറ്റ ഹൃദയമാണ് എന്ന് ശക്തമായി വാദിക്കാൻ ഈ ഒരു കോൺക്ലേവിന് സാധിക്കും എന്ന് തന്നെയാണ് ഇതിൻ്റെ സംഘാടകർ കരുതുന്നത്. അതുപോലെ തന്നെയാണ് ഈ ആബാല വൃദ്ധജനം, ഇതിനോടൊപ്പം നിൽക്കുന്ന ആബാല വൃദ്ധജനവും അതിൽ ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ഓഗസ്റ്റ് 29 തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു ചരിത്ര സംഭവത്തിനാണ്. ഈ ബ്രിഡ്ജിങ് സൗത്ത് എന്നുള്ള വലിയ ഒരു കോൺക്ലേവ്, ആ ഒരു കോൺക്ലേവിലൂടെ രാജ്യ സുരക്ഷ ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഒരു കൂട്ടം ദേശീയവാദികൾ. അതും കേരളത്തിന്റെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് അത്തരം ഭൗതിക വിചാരങ്ങൾക്ക് രൂപം കൊടുക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അല്ല, ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, പണ്ട് ഇങ്ങനെയുള്ള ക്യാമ്പയിൻസ് ഒക്കെ ഡൽഹിയിലാണ് നടക്കാറ്. അത് ഡൽഹിയിൽ നടന്ന് അവിടെ തന്നെ തീരാറാണ് പതിവ്. ഇന്ന് ഡൽഹിയിൽ നടന്നു കഴിയുമ്പോൾ ഇതിന്റെ അടുത്ത എഡിഷൻ നടക്കുന്നത് നേരെ കേരളത്തിലാണ്.
ആ ഒരു വ്യത്യാസം നമ്മൾ പണ്ട് ഒരു 10 വർഷം മുമ്പാണെങ്കിൽ ഇങ്ങനെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. പറ്റില്ല. ഇപ്പോൾ സംഘാടക സമിതിയുടെ ഒരു ആഴവും പരപ്പും പരിശോധിച്ചാൽ അതെ, തന്നെ അതെ, നമുക്ക് അതെ, മനസ്സിലാവും. അതെ. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടല്ലേ ആളുകൾ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ മുതൽ ഇങ്ങോട്ട് അതെ അതെ വളരെ പ്രമുഖരായ ആയിട്ടുള്ള എല്ലാ ആളുകളാണ് ആൾക്കാരെയും ഇതിനകത്ത്. പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയ എതിരാളികൾ ഒരു പക്ഷെ ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടിയായിരിക്കും. അതിന് ആതിഥേയമരുളാൻ തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ ഒരു സമയത്ത് നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.